الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. സല്ലല്ലാഹു ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. തഖ്വാ ബോധമാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ യഥാർത്ഥ മാർഗം. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്തുകളാണ്. അമാനത്തുകൾ സംരക്ഷിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും നിർബന്ധ ബാധ്യതയുമാണ്. അല്ലാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്തുകൾ എണ്ണിത്തീർക്കുവാൻ സാധ്യമല്ല. എന്നാലും നാം നിരന്തരം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന വളരെ സുപ്രധാനമായ ഒട്ടേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അവയോടുള്ള ബാധ്യത നിർവഹിക്കുക, അതോടൊപ്പം അല്ലാഹു ഏതൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ അവ നമ്മെ ഏൽപ്പിച്ചത് ആ നിലയിൽ തന്നെ അതിനെ പരിപാലിക്കുക എന്നത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണെന്ന് കാണാം. അതിലൊന്ന് നമ്മുടെ ശരീരമാണ്, മറ്റൊന്ന് നമ്മുടെ ആത്മാവാണ്. അതേപോലെ സമ്പത്ത്, സന്താനങ്ങൾ, ഇവയൊക്കെയും അല്ലാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്തുകളാണ് എന്ന് കാണാൻ കഴിയും. ശരീരവും സമ്പത്തുമൊക്കെ ഭൗതികമായ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനങ്ങളാണ്. ശരീരമില്ലാതെ നമുക്ക് ഇബാദത്ത് അനുഷ്ഠിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ സാമ്പത്തികമായ ഭദ്രതയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതും പ്രയാസകരമായ കാര്യം തന്നെയാണ്. അതേപോലെ നമ്മുടെ ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം പൊതുവെ നാം പറയാറുണ്ടല്ലോ, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ് നിലനിൽക്കുകയുള്ളൂ. ഇത് തിരിച്ചും പറയാം,
ആരോഗ്യമുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് ശാരീരികമായ ആരോഗ്യവും ഒരാൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുക. രണ്ടും പരസ്പര ബന്ധമുള്ള കാര്യങ്ങളാണ്. അതേസമയം പൊതുവെ സമൂഹത്തിൻ്റെ ഒരു നിലപാട് ആരോഗ്യ മേഖലയിൽ അഥവാ ശാരീരികമായി അധ്വാനിക്കുന്ന ആളുകൾ മാനസികമായി അഭിവൃദ്ധിപ്പെടാൻ ശ്രമിക്കാത്ത അവസ്ഥ കാണാം. അതേപോലെ ബുദ്ധിപരമായ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് വേണ്ടത്ര ശ്രദ്ധിക്കാത്ത അവസ്ഥയും കാണാൻ പറ്റും. പൊതുവെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണിത് എന്നാണ് മനസ്സിലാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെ വളരെ ശക്തമായിട്ട് തന്നെ നമ്മെ ഉണർത്തുന്നുണ്ട്. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, ജനങ്ങളിൽ അധിക പേരും നഷ്ടത്തിൽ അകപ്പെട്ടു പോകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ, അവയിലൊന്ന് അസ്സിഹ ആരോഗ്യമാണ്, മറ്റൊന്ന് വൽ ഫറാഗ് ഒഴിവ് സമയവുമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ആരോഗ്യം വളരെ സുപ്രധാനമായി കാത്തു സൂക്ഷിക്കപ്പെടേണ്ട അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ മറ്റൊരു വചനത്തിൽ 5 അവസ്ഥകൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് 5 അനുഗ്രഹങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യജീവിതത്തിലെ സുപ്രധാനമായ 5 ഘട്ടങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവയിലൊന്ന് സിഹ്ഹതക ഖബ്ല സഖമിക എന്നതാണ്. നിന്റെ ആരോഗ്യത്തെ നീ പ്രയോജനപ്പെടുത്തണം. ഖബ്ല സഖമിക്, രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ പ്രയോജനപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണം എന്തിനാണ്? അത് കേവലം ആരോഗ്യം അല്ലെങ്കിൽ ശരീരം പ്രകടിപ്പിക്കുവാൻ വേണ്ടിയുള്ളതല്ല. ഒരുപക്ഷെ യുവാക്കൾ ജിംനേഷ്യത്തിൽ പോയി തങ്ങളുടെ ശരീര വടിവ്, ആ സൗന്ദര്യം പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എക്സസൈസൊക്കെ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അള്ളാഹു നൽകിയ കഴിവുകളെ വിനിയോഗിക്കുവാനുള്ള ഒരു ഉപകരണമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്. വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വ ഇൽമ. വലമ്മ ബലഗ അശുദ്ധഹു, പ്രവാചകന് കായികമായ ആരോഗ്യവും അതേപോലെ തന്നെ മാനസികമായ പക്വതയും, അതാണ് ബലഗ അശുദ്ധഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആതൈനാഹു ഹുക്മൻ വ ഇൽമ, ആ ഘട്ടത്തിലാണ് അല്ലാഹു തആല പ്രവാചകന്മാർക്ക് യുക്തിജ്ഞാനവും അതുപോലെ തന്നെ അറിവും അതിൻ്റെ പ്രായോഗിക രീതിയും ഒക്കെ നൽകുന്നത്. എന്ന് പറയുമ്പോൾ നേതൃപരമായ ഗുണം ഒരാളിൽ പൂർണ്ണത പ്രാപിക്കുന്നത് അയാൾ ശാരീരികമായും മാനസികമായുമുള്ള ആരോഗ്യം നിലനിർത്തുമ്പോഴാണ് എന്നാണ് നമുക്ക് ബോധ്യമാകുന്ന സംഗതി. അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികൾക്ക് ആ നിലയിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അതിനു വേണ്ടിയിട്ടുള്ള ജീവിതത്തിൽ ആവശ്യമായ പ്രായോഗിക നിർദ്ദേശങ്ങളും പരിശീലനങ്ങളും നൽകിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിലെ വിശ്വാസികൾ, ആ തലമുറയിലെ ആളുകളിൽ രോഗം വളരെ കുറവായിരുന്നു. അവർ പലപ്പോഴും രോഗികളായി തീർന്നത് യുദ്ധം മുഖേനയും മറ്റുമുണ്ടായ പരിക്കുകൾ നിമിത്തമാണ്. അല്ലാത്ത രൂപത്തിലുള്ള നാം ഇന്ന് അനുഭവിക്കുന്നത് പോലുള്ള രോഗാവസ്ഥ പൊതുവെ ആ സമൂഹത്തിൽ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ മുഖൗഖിസ് ചക്രവർത്തി മദീനയിൽ ഒരിക്കലൊരു വൈദ്യനെ അയച്ചു കൊടുത്തു. മദീനയിലെ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈദ്യനെ പാരിതോഷികമായിട്ട് നിശ്ചയിച്ചു കൊടുത്തു. 6 മാസക്കാലം ആ വൈദ്യൻ അവിടെ കഴിച്ചുകൂട്ടി. പക്ഷെ അദ്ദേഹത്തിന് ഒരു ചെറിയ രോഗം പോലും പരിശോധിക്കാനോ ചികിത്സിക്കാനോ അവസരം ലഭിച്ചില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കാരണം അത്രമാത്രം ആരോഗ്യ സംരക്ഷണത്തിൻ്റെ വിഷയത്തിൽ അവർ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. രോഗികൾ അങ്ങേയറ്റം കുറവായിരുന്നു ആ സമൂഹത്തിൽ. അങ്ങനെ അദ്ദേഹത്തെ അവർ തിരിച്ചു വിളിക്കുകയാണ് ഉണ്ടായത്. ജോലിയില്ലാതെ അദ്ദേഹത്തിന് മടുപ്പ് തോന്നിയപ്പോൾ അദ്ദേഹം തിരിച്ചു പോവുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഈ ഒരു വീക്ഷണത്തിലാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ആദ്യ തലമുറയെ രൂപപ്പെടുത്തിയിരുന്നത് തന്നെ ആരോഗ്യ സംരക്ഷണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള ഒരു ഇബാദത്തായിട്ട്, ആ ആരോഗ്യത്തെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന തരത്തിലാണ് അവർ കണ്ടിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യമുള്ള കരുത്തനായ വിശ്വാസിയെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അൽ മുഅ്മിനുൽ ഖവിയ്യ് ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ദഈഫ് വഫീ കുല്ലിൻ ഖൈർ. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ്. ശക്തനായ വിശ്വാസിയാണ് ഉത്തമനായ വിശ്വാസി. അവനെയാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നതും. മിനൽ മുഅ്മിനിൽ ദഈഫ്, ദുർബലനായ വിശ്വാസിയേക്കാൾ. ശാരീരികമായ കരുത്തും മാനസികമായ തൻ്റെടവും പക്വതയുമാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത്. വഫീ കുല്ലിൻ ഖൈർ, രണ്ടുപേരിലും നന്മയുണ്ട്. രണ്ടുപേരും നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഇബാദത്തുകൾ മുഴുകുന്നവരാണ്. അതേസമയം സമൂഹത്തിന് കൂടുതൽ പ്രയോജനം സിദ്ധിക്കുന്നത് ആരോഗ്യമുള്ള വിശ്വാസിയിലൂടെയാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണർത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ കാഴ്ചപ്പാട് ഇസ്ലാമിക സമൂഹം ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ പൊതുവെ നാം കണ്ടുവരുന്ന ഒരു പ്രവണത, മുസ്ലിം സമുദായത്തിലാണ് രോഗികൾ കൂടുതൽ. നാം പൊതുവെ പരസ്പരം പറയും, ആശുപത്രികൾ പരിശോധിക്കുമ്പോൾ രോഗികളുടെ എണ്ണം മുസ്ലിം സമുദായത്തിലാണ് കൂടുതൽ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ മറ്റൊരുപാട് കാര്യങ്ങളിൽ ഇസ്ലാമിക സമൂഹം മുസ്ലിം സമുദായം പിറകിൽ നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നത് നാം പഠിക്കേണ്ട, പരിഹാരം കാണേണ്ടുന്ന ഒരു വിഷയമാണ് എന്നത് വളരെ പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുചിത്വത്തിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അല്ലാഹു തആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുതതഹിരീൻ, വിശുദ്ധി പ്രാപിച്ചവരെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ മാനസികമായ വിശുദ്ധിയും ശാരീരികമായ വിശുദ്ധിയും ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു പ്രസിദ്ധമായ വചനമാണ് അത്ത്വഹൂറു ശത്റുൽ ഈമാൻ. ശുദ്ധി എന്നത് ഈമാനിന്റെ ഭാഗമാകുന്നു. ഈമാനിന്റെ ഭാഗമാണ് ശുദ്ധി. ഇങ്ങനെ വിശ്വാസത്തോട് നമ്മുടെ വിശുദ്ധിയെ, ജീവിത വിശുദ്ധിയെ, ശാരീരിക വിശുദ്ധിയെ, അതേപോലെ തന്നെ പരിസര ശുചീകരണത്തെയൊക്കെ ചേർത്ത് പറയുന്ന ഒരു ദീനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ പൊതുവെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് അവർ വേണ്ടത്ര ശുചിത്വം പാലിക്കാത്തവരാണ്, അതിൽ ശ്രദ്ധിക്കാത്തവരാണ് എന്ന നിലക്കുള്ള ഒരു നിരൂപണം സമൂഹത്തിൽ കാണാൻ പറ്റും. ഇവിടെ എവിടെയാണ് നമുക്ക് പഴച്ചു പോകുന്നത് എന്നത് വളരെ ബോധപൂർവം ചിന്തിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം ശ്രദ്ധയോടുകൂടി ഇസ്ലാമിക സമൂഹത്തെ ഇത് പഠിപ്പിച്ചിട്ടും പല വിഷയങ്ങളിലും, വിസർജന മര്യാദകളിൽ, അതേപോലെ തന്നെ കുളി, വുളൂ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള ഒരു സംസ്കാരം, ഒരു ജീവിതശീലം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും വേണ്ടത്ര ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകുവാൻ ഇസ്ലാമിക സമൂഹത്തിന് കഴിയാത്ത പോലെ എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. പൊതുവെ സമൂഹത്തിൽ മഴക്കാലം വരുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ വ്യാപിക്കുന്നത് കാണാം. ചിക്കൻ ഗുനിയ, അതുപോലെ പന്നിപ്പനി, പക്ഷിപ്പനി എന്ന പേരിലൊക്കെ പലതരത്തിലുള്ള രോഗങ്ങൾ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. നാം നമ്മുടെ വീടും പരിസരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശുചിത്വം പാലിക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി ഇത്തരണത്തിൽ പ്രത്യേകമായി ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു ജീവിതശീലം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബുത് ത്വയ്യിബ്. അല്ലാഹു തആല വിശുദ്ധനാണ്, അതുകൊണ്ട് തന്നെ അവൻ വിശുദ്ധിയെ, ശുചിത്വത്തെ ഏറെ ഇഷ്ടപ്പെടുന്നു. നളീഫുൻ യുഹിബ്ബു നളാഫ. അല്ലാഹു വൃത്തിയുള്ളവനാണ്, അതുകൊണ്ട് തന്നെ അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നു. കരീമുൻ യുഹിബ്ബുൽ കറം. അല്ലാഹു മാന്യനാണ്, അതുകൊണ്ട് മാന്യതയെ ഇഷ്ടപ്പെടുന്നു. ജവാദുൻ യുഹിബ്ബുൽ ജൂദ്. അല്ലാഹു ദാനം ചെയ്യുന്നവനാണ്, വാരിക്കോരി നൽകുന്നവനാണ്, അതുകൊണ്ട് ദാനശീലത്തെ ഇഷ്ടപ്പെടുന്നു. ഫനദ്ദിഫു അഫ്നിയതക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിനെ, വീടും പരിസരവും മുറ്റവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട്.
വഅല്ലാ തശബ്ബഹു ബിൽ യഹൂദ്, നിങ്ങൾ ഒരിക്കലും യഹൂദികളോട് ഈ വിഷയത്തിൽ സാദൃശ്യപ്പെടരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. കാരണം യഹൂദികൾ ആ കാലഘട്ടത്തിൽ ഈ വിധത്തിൽ ജീവിത വിശുദ്ധി പാലിച്ചിരുന്നില്ലത്രേ. ഇത്ര കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിസര ശുചീകരണത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ട് ഉണർത്താൻ. ഇത്തഖുൽ മലാഇന സലാസ, നിങ്ങൾ 3 പരിസരങ്ങളെ, നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളെ വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അൽ ബറാസു ഫിൽ മവാരിദ്, അതിലൊന്ന് നിങ്ങൾ കുളിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുളക്കടവുകളും പുഴക്കടവുകളുമൊക്കെ. പൊതുസമൂഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ വളരെ വൃത്തിയിൽ ശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. വഖാരിഅത്തി ത്വരീഖ്, അതേപോലെ പൊതുവഴി, പൊതുജനങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വഴി വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. വദ്ദിൽ, അതേപോലെ തന്നെ തണൽ മരങ്ങളുടെ ഭാഗങ്ങൾ, ആളുകൾ തണൽ കൊള്ളാൻ വേണ്ടി ഇരിക്കുന്ന അല്ലെങ്കിൽ ബസ് വെയിറ്റിംഗ് ഷെൽട്ടറുകൾ, അതുപോലെയൊക്കെയുള്ള പൊതുജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അത്തരം പ്രദേശങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഇസ്ലാമിക സമൂഹത്തെ വളരെ പ്രത്യേകതയോടുകൂടി പഠിപ്പിക്കുകയാണ്. ഇത് കേവലം കേട്ട് മറക്കാനുള്ളതല്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. മാലിന്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇന്നത്തെ ലോകം അനുഭവിക്കുന്ന ഗുരുതരമായൊരു പ്രതിസന്ധിയാണ്. വർഷങ്ങൾക്കകം ഭൂമി വേസ്റ്റ് ബാസ്ക്കറ്റായി മാറും എന്നാണ് നിരീക്ഷകന്മാർ അഭിപ്രായപ്പെടുന്നത്. മാലിന്യ കൂമ്പാരങ്ങളാൽ പൊറുതിമുട്ടുന്ന അവസ്ഥ ഉണ്ടാവും. നമ്മുടെ പട്ടണത്തെക്കുറിച്ച് നമുക്കറിയാം. മാലിന്യങ്ങളാണ് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കാം. അവ സംസ്കരിക്കാനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ ഇപ്പോഴും വേണ്ടത്ര സജ്ജീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടുണ്ടാകുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും, പ്രത്യേകിച്ച് പുതിയ പുതിയ ഭീഷണികൾ, ഇ വേസ്റ്റ്, മൊബൈലും അതുപോലെ കമ്പ്യൂട്ടർ ഉപകരണങ്ങളും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വേഗം നാം അതിൻ്റെ മോഡലുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അത് മുഖേന അവയുടെ വളരെ ഗുരുതരമായ പ്രയാസവും ഈ പുതുതായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേസ്റ്റാണെന്ന് കാണാം. ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഇത് നമ്മുടേതുപോലുള്ള വികസിത രാജ്യങ്ങളിൽ, വികസ്വര രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ആളോഹരി പ്ലാസ്റ്റിക് ഉപയോഗത്തെക്കുറിച്ച് ചില കണക്കുകൾ ഈയിടെ പത്രങ്ങൾ വരികയുണ്ടായി. 1 കിലോ 600 ഗ്രാമാണ് ഒരാള് ഒരു വർഷത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ കാരി ബാഗുകളും മറ്റുമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക്. 600 മുതൽ 2 കിലോഗ്രാം വരെ ഒരാൾ ഒരു വർഷം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിൽ അത് അതിനേക്കാളൊക്കെ എത്രയോ കൂടുതലാണെന്നാണ്. 13 കിലോ മുതൽ 15 കിലോ വരെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പ്ലാസ്റ്റിക് ബാഗുകളും നാം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവയിൽ അധികവും ഡിസ്പോസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന തരത്തിലുള്ള വസ്തുക്കളാണിവ. കേരളത്തിൽ 65 ലക്ഷം കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുടുംബങ്ങളിൽ 3 മുതൽ 20 വരെ പ്ലാസ്റ്റിക് ബാഗുകൾ ഓരോ ദിവസവും വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. 3 മുതൽ 20 വരെ പ്ലാസ്റ്റിക് ബാഗുകൾ നമ്മുടെ വീടുകളിലേക്ക് ദിവസേന എന്നോണം കയറി വന്നുകൊണ്ടിരിക്കുന്നു. ഇവ വീണ്ടും പുനരുൽപാദനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവയിൽ 30% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ആ ബാഗുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കൾ മറ്റു പല ബൈ പ്രൊഡക്ട്സുമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് 30% മാത്രമാണ്. ബാക്കി 70% നമ്മുടെ മണ്ണിൽ അലിയാതെ കിടക്കുന്നു. ഒരുപക്ഷെ അത് കത്തിച്ചു കളയുന്നു, അതുപോലെ മറ്റു പലതും ചെയ്തു നോക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ ആ പദാർത്ഥങ്ങൾ, ആ വസ്തുക്കൾ മണ്ണിൽ അലിയാതെ കിടക്കുകയാണ്. ഏതാണ്ട് 400 വർഷത്തോളം ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അങ്ങനെ തന്നെ ഈ വേസ്റ്റുകൾ ഭൂമിയിൽ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് വേണ്ടത്ര കണ്ടെത്തിയിട്ടില്ല എന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേപോലെ പലതരത്തിലുള്ള മാലിന്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുടനീളം കണ്ടെത്താൻ കഴിയുക. വീടും പരിസരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. എൻ്റെ വീട്ടിൽ മാലിന്യം ഉണ്ടാവരുത്. അതിനെന്താണ് മാർഗം? എൻ്റെ വീടിനപ്പുറത്തെ മതിലിനപ്പുറത്തേക്ക് സാധനം കളയുക. അതല്ലെങ്കിൽ പിന്നെ റോഡ് സൈഡിൽ കൊണ്ടുപോയി തള്ളുക. മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് എഴുതിയിടത്തൊക്കെയും മാലിന്യ കൂമ്പാരങ്ങൾ കാണാം. അവിടെ എത്തുമ്പോഴാണ് ആളുകൾക്ക് ബോധ്യം വരിക, ഇവിടെയാണ് മാലിന്യം നിക്ഷേപിക്കേണ്ടത്.
എന്ന അവസ്ഥയിലാണ് നമ്മുടെ ടൗണും പരിസരവും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രമാത്രം മാലിന്യങ്ങൾ നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന രോഗാണുക്കൾ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം നമ്മുടെ പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വീക്ഷണമല്ല ഇതിൽ വേണ്ടത്. ഒരു സാമൂഹിക അവബോധം ഈ വിഷയത്തിൽ ഇസ്ലാമിക സമൂഹം വളരെ ബോധപൂർവം കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. വേസ്റ്റ് എന്ത് ചെയ്യണം, ഏത് വിധത്തിലാണ് അവ നശിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്. എങ്ങനെയെങ്കിലും എൻ്റെ ശരീരത്തിൽ നിന്നും, എൻ്റെ വീട്ടിൽ നിന്നും, എൻ്റെ പരിസരത്ത് നിന്നും ഇവ ഒഴിവായി കിട്ടണം എന്നതിനപ്പുറത്ത് സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന ഒരു ദുരന്തമാണിത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ബോധപൂർവം തന്നെ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസ്സ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ആദർശ തലത്തിലുള്ള ഇടപെടലുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രം വ്യാഖ്യാനിക്കേണ്ട ഒരു സൂക്തമല്ല. ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളിലെ അക്രമികളെ മാത്രമല്ല അല്ലാഹുവിന്റെ ശിക്ഷകൾ, ഇതുപോലെയുള്ള ദുരന്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക. അക്രമികൾ മാത്രമല്ല, വേസ്റ്റ് കൊണ്ടുപോയി ഇടുമ്പോൾ ആ കൊണ്ടുപോയി ഇടുന്ന ആളല്ല, മറ്റു പലരുമാണ് പലപ്പോഴും അതിന് ഇരയാക്കപ്പെടുന്നത് എന്നത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊരു സാമൂഹിക ദുരന്തമായിട്ട്, സാമൂഹിക പ്രശ്നമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ രാജ്യം പ്രത്യേകിച്ചും ഒരു മാലിന്യ കൂമ്പാരമുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് എന്ന പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് എന്ന് നിരീക്ഷകന്മാർ വിലയിരുത്തുന്നുണ്ട്. 7 കോടി ജനങ്ങൾക്ക് ഇപ്പോഴും ടോയ്ലറ്റ് സൗകര്യങ്ങൾ ലഭ്യമല്ല ഈ രാജ്യത്ത്. അവരിപ്പോഴും പൊതുസ്ഥലങ്ങളിലാണ് അതിനു വേണ്ടിയിട്ട് ഇടം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലും പിഞ്ചു കുഞ്ഞുങ്ങൾ അതിസാരം ബാധിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, നമ്മുടെ രാജ്യത്തെ ട്രെയിൻ സംവിധാനത്തെക്കുറിച്ച് വല്ലാതെ നമ്മൾ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അത് വലിയ ലാഭകരമായി നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് എന്ന നിലക്ക്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ റെയിൽപാളങ്ങൾ മുഴുവനും ടോയ്ലറ്റുകളാണ് യഥാർത്ഥത്തിൽ. ട്രെയിനിൽ നിന്ന് സകല മാലിന്യങ്ങളും റെയിൽപാളങ്ങളിലേക്ക് വലിച്ചെറിയുന്നു, ടോയ്ലറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ട്രെയിൻ കടന്നു പോകുന്ന വഴികൾ ഒന്നടങ്കം ഈ വിധത്തിൽ രോഗാണുക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഈ നാടിനെ വൃത്തിയാക്കാൻ സാധിക്കുക എന്നത് വലിയൊരു പ്രശ്നമാണ്. അതേപോലെ തന്നെ നദികളും ജലാശയങ്ങളും ജലസ്രോതസ്സുകളും കായലുകൾ ഒക്കെ ഈ വിധത്തിൽ പിന്നെ മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ കാണാം. ചില സാമൂഹ്യ നിരീക്ഷകരുടെ പഠനത്തിൽ മരുന്ന് കമ്പനികൾ പോലും ഇതിൻ്റെ പിന്നിൽ ബോധപൂർവം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള മിഷനറികൾ പ്രവർത്തിക്കുന്നിടത്ത് അവർ പല വിധത്തിലും പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും അങ്ങനെ തങ്ങളുടെ മരുന്ന് ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ പിടിപെടുന്ന മേഖലകളിലേക്ക് മരുന്നുകൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം അവർ ഒളി അജണ്ട നടപ്പാക്കുന്നു എന്ന് പോലും ചില പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ അപ്പുറം നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയിട്ട് അത്തഹൂറു ശത്രുൽ ഈമാൻ, വൃത്തി ഈമാനിന്റെ ഭാഗമാണ് എന്ന കാഴ്ചപ്പാടിൽ തന്നെ അതിനെ നോക്കിക്കാണുകയും ഈ സാമൂഹിക വിപത്തിൽ നിന്ന് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ വീടും പരിസരവും അതേപോലെ തന്നെ ചുറ്റുപാടും സമൂഹവും രക്ഷപ്പെടേണ്ടതുണ്ട് എന്ന വീക്ഷണത്തിൽ തന്നെ ഈ വിഷയത്തെ അവതരിപ്പിക്കാനും മനസ്സിലാക്കാനും സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് ഉള്ളി കഴിച്ചുകൊണ്ട് സദസ്സിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചു. ഉള്ളി ഭക്ഷിച്ച ആൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരരുത്, അഥവാ നമസ്കാരത്തിന്റെ സമയത്ത് ഉള്ളി ഭക്ഷിക്കരുത് എന്നർത്ഥം. കാരണം അത് അടുത്ത് നിൽക്കുന്ന സഹോദരന് പ്രയാസമുണ്ടാക്കും. അതേപോലെ തന്നെ പല്ല് തേക്കുന്നതിനെ കുറിച്ച് വളരെ ബോധപൂർവ്വം ഉണർത്തിയിട്ടുണ്ട്. എൻ്റെ സമുദായത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ 5 നേരവും ഓരോ നമസ്കാരത്തിന്റെ വേളയിലും അവരോട് പല്ല് തേക്കുവാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്താൻ. അതൊരുപക്ഷെ സമൂഹത്തിന് പ്രയാസമാകും, ദീൻ അപ്രായോഗികമാണോ എന്ന് സമൂഹം കരുതിപ്പോകുമെന്ന് കരുതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സുന്നത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അത്രമാത്രം പ്രാധാന്യത്തോടുകൂടിയാണ് ശരീര ശുചിത്വം, വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത് എന്ന് കാണാം. അതേപോലെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വീടിന്റെ കൈകാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വളരെയേറെ ജാഗ്രത കൈക്കൊള്ളേണ്ടതുണ്ട്.
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗൃഹനാഥന്റെ കാഴ്ചപ്പാടിൽ, ഒരു ഗൃഹനാഥന്റെ റോളിൽ നിന്നുകൊണ്ട് നമ്മോട് പറയാണ്, ഔക്കുൽ അസ്ഖിയ, നിങ്ങൾ വെള്ളം നിറച്ചു വെക്കുന്ന പാത്രങ്ങൾ മൂടി വെക്കേണ്ടതുണ്ട്, കെട്ടി സൂക്ഷിക്കണം. വഖമ്മിറു അത്അം, ഭക്ഷണവും മൂടി വെക്കണം. അതേപോലെ തന്നെ വശറാബ്, പാനീയങ്ങൾ മൂടി വെക്കണം. വഅഹ്ബിസുഹു, എല്ലാം നന്നായി ഭദ്രമായിട്ട് അടച്ചു വെക്കേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി ഉണർത്തുന്നത് കാണാം. ഇങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ദീനിന്റെ നിഷ്ഠകൾ എന്ന നിലയിൽ തന്നെ ഇസ്ലാമിക സമൂഹത്തിന്റെ സംസ്കാരവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്നത് വളരെ ശ്രദ്ധയോടുകൂടി നാം തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. ആരോഗ്യ സംരക്ഷണം എന്നത് ഇതുമായി മാത്രം ബന്ധപ്പെടുന്നതല്ല. ഇതേപോലെ നമ്മുടെ ഭക്ഷണക്രമവും ജീവിതശൈലിയുമായുമൊക്കെ അതിനേറെ ബന്ധമുണ്ട്. രോഗം പലപ്പോഴും ഭക്ഷണവുമായി ബന്ധപ്പെടുത്തിയിട്ട് വിലയിരുത്തപ്പെടുന്ന കാലമാണിത്. ഭക്ഷണത്തിൽ പലതും കഴിക്കാൻ പാടില്ല എന്ന് നാം പറയേണ്ടി വരുന്നത് നമ്മുടെ ജീവിതശൈലി അത്തരത്തിലാകുന്നു, അഥവാ ഭക്ഷണം സ്വീകരിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് മാറിപ്പോകുന്നു എന്നതുകൊണ്ടാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആല അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിലൂടെ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് ഉണർത്തുന്നത്. കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുക, നിങ്ങൾ കുടിക്കുക, എന്നാൽ അതിൽ അമിതത്വം പ്രകടിപ്പിക്കരുത്, ധാരാളിത്തം കാണിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു തആല ഒരിക്കലും ഈ കാര്യങ്ങളിലൊക്കെ ധൂർത്ത് പ്രകടിപ്പിക്കുന്ന, നിയന്ത്രണമില്ലാത്ത രീതി സ്വീകരിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുണർത്തുന്നുണ്ട്. വിശ്വാസിയെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച് പറഞ്ഞത് അൽ മുഅ്മിനു യഅകുലു ഫീ മിഅ വാഹിദ്, സത്യവിശ്വാസി ഒരു ആമാശയത്തിൽ ഭക്ഷിക്കുന്നു, ഒരു കുടലിൽ ഭക്ഷിക്കുന്നു. വൽ കാഫിറു യഅകുലു ഫീ സബഅതി അംആ, സത്യനിഷേധിയോ അയാൾ 7 വയറിൽ ഭക്ഷിക്കുന്നു എന്നൊരു പ്രയോഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. ഇതൊരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഒരിക്കൽ പ്രവാചകനെ കാണാൻ വേണ്ടിയിട്ട് ഒരു അപരിഷ്കൃതനായ ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം റസൂലുള്ളാഹിന്റെ കൂടെ രാത്രി കഴിച്ചു കൂട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പാല് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പാല് കറന്നു കൊടുത്തു, ആടിന്റെ പാല്. അങ്ങനെ അദ്ദേഹം 7 ആടിന്റെ പാല് കുടിച്ചു എന്നാണ്. വന്ന ഉടനെ തന്നെ 7 ആടിന്റെ പാല് അയാൾ ഒറ്റ ഇരിപ്പിൽ കുടിച്ചു തീർത്തു. അന്ന് രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ അദ്ദേഹം കഴിച്ചുകൂട്ടി. റസൂലുള്ളാഹിന്റെ ഭക്ഷണക്രമവും ജീവിത വിശുദ്ധിയും അതേപോലെ തന്നെ വൃത്തിയും അങ്ങനെ ഇബാദത്തുകളും ഒക്കെ കണ്ടിട്ട് അദ്ദേഹം കഴിച്ചുകൂട്ടാണ്. നേരം പുലരുമ്പോഴേക്ക് അദ്ദേഹത്തിന് വല്ലാത്ത മനപരിവർത്തനം സംഭവിച്ചു. അദ്ദേഹം പോകാൻ നേരത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാൻ വേണ്ടി വീണ്ടും പാലെടുത്തു കൊടുത്തു. അപ്പോൾ ഒരു തവണ കുടിക്കുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ വയറ് നിറഞ്ഞു. അഥവാ അദ്ദേഹം മാനസികമായിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. മതി മതി എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്താണ്. ഈ പശ്ചാത്തലത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്: സത്യവിശ്വാസി 1 വയറിൽ ഭക്ഷണം കഴിക്കുന്നു, സത്യനിഷേധിയോ 7 വയറിൽ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെയും തൻ്റെ ആദർശ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്ന നിലക്ക് അതിലൊക്കെ മിതത്വം പാലിക്കുന്ന രീതി തീർച്ചയായും ഉണ്ടായിരിക്കും. 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 വായു എന്ന നിലയിൽ വയറിനെ ക്രമീകരിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും എത്ര തന്നെ സൂക്ഷിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയമനുസരിച്ച് രോഗങ്ങളും പ്രയാസങ്ങളും സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ വ്യാപിക്കാം. അത് അല്ലാഹുവിൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി മനസ്സിലാക്കുവാനാണ് ആ വേളകളിൽ അല്ലാഹു നമ്മെ ഉണർത്തുന്നത്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അങ്ങനെ രോഗം കൊണ്ട് അല്ലെങ്കിൽ വിശപ്പ് കൊണ്ട്, ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട്, അവശതകൾ കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, ഇങ്ങനെ പല വിധേനയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ആ വേളകളിൽ ക്ഷമയോടുകൂടി പരീക്ഷണങ്ങളെ തരണം ചെയ്യുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. രോഗം എന്നത് തീർച്ചയായും അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാണ്. എല്ലാറ്റിലും ഉപരിയായിട്ട് എത്ര തന്നെ ശ്രദ്ധിക്കുമ്പോഴും രോഗം ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഒരു പരീക്ഷണം എന്ന രൂപത്തിൽ തന്നെ അല്ലാഹു രോഗം നമുക്ക് നൽകിയേക്കാം.
അവിടെയും അമിതമായി അക്ഷമ പ്രകടിപ്പിച്ചുകൊണ്ട് രോഗി അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരിക്കലും മാറിപ്പോകുവാൻ പാടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ ചുറ്റുപാടിൽ ജീവിതം നയിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക, അതോടൊപ്പം ഇസ്ലാമിൻ്റെ ജീവിതശൈലി സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന തരത്തിൽ മാതൃകയായിക്കൊണ്ട് ജീവിതം നയിക്കുക എന്നത് വളരെ ബോധപൂർവം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വസ്ത്രധാരണത്തിലും അതേപോലെ ഭക്ഷണക്രമത്തിലും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിലുമൊക്കെ അങ്ങേയറ്റം ജാഗ്രത കൈക്കൊള്ളുവാൻ ഇസ്ലാമിക സമൂഹം എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ കാര്യങ്ങൾ നമുക്ക് ബോധ്യമാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പൊതുവെ ഈ വിഷയങ്ങളിലൊക്കെ ജാഗ്രത പാലിച്ച് സമൂഹത്തിൻ്റെ പൊതുവായ താല്പര്യം പരിഗണിച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുവാൻ നമ്മെ ഉണർത്തുന്നതും. പരിസ്ഥിതി നാശവും അതുപോലെയുള്ള വിഷയങ്ങളുമൊക്കെ ഇസ്ലാമിക സമൂഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ബഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങൾ നിമിത്തം കടലിലും കരയിലും വിപത്തുകൾ അഥവാ കുഴപ്പങ്ങൾ, ഫസാദുകൾ പ്രത്യക്ഷമാകുന്നു എന്ന് പടച്ച തമ്പുരാൻ ഉണർത്തുന്നത് അള്ളാഹു നിശ്ചയിച്ചു തന്ന ജീവിതക്രമം മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യൻ സ്വാർത്ഥമായ അല്ലെങ്കിൽ താൽക്കാലികമായ നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുകയും ഞാനും എൻ്റെ ആവശ്യങ്ങളും എന്നതിലേക്ക് ചുരുങ്ങുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭീഷണികളും പ്രയാസങ്ങളും സാമൂഹിക ദുരന്തങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് എന്ന് തീർച്ചയായും നാം തിരിച്ചറിയണം. ഇസ്ലാമിക സമൂഹത്തിന് ഈ വിഷയത്തിലൊക്കെ കൃത്യമായ ധാരണകൾ ഉണ്ടാവേണ്ടതുണ്ട്. സാമൂഹിക അവബോധത്തോടുകൂടി ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം വിഷയങ്ങളിൽ സമൂഹത്തിന് മാതൃകയായിക്കൊണ്ട് ആദർശപരമായ നിലപാട് സ്വീകരിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.